അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ്യ ബഅദ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ഏതാനും ദിനരാത്രങ്ങൾ കൂടി കഴിഞ്ഞാൽ അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അധികരിച്ച ജോലി സമ്മർദ്ദവും കുടുംബത്തിൽ നിന്ന് അകന്ന ഒറ്റപ്പെട്ട ജീവിതവും നമ്മുടെ ശരീരത്തേക്കാൾ പ്രവാസം മനസ്സിനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. അതിനെല്ലാം പുറമെയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ നമ്മുടെ മനസ്സിനേൽപ്പിക്കുന്ന പാപഭാരം. പ്രത്യേകിച്ച് അള്ളാഹു നിർബന്ധമാക്കിയ ഫർളായ നമസ്കാരങ്ങളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ. പലപ്പോഴും അതെല്ലാം ഒന്ന് മാറി കൃത്യമായി സമയനിഷ്ഠയോടുകൂടി അത് നിർവഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മുടെ വീഴ്ചകളും കാരണം അതിലെല്ലാം ഒരുപാട് കുറവുകളുണ്ട്. ഈ പാപഭാരവും ജോലി സമ്മർദ്ദവും കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മകളും ഇതെല്ലാം കൂടി മനസ്സിനുണ്ടാക്കുന്ന ഈ ഒരു മാനസികാവസ്ഥ, നമ്മൾ അനുഭവിക്കുന്ന വേദനയും ബുദ്ധിമുട്ടും, അതിൽ നിന്നെല്ലാമുള്ള ഒരു ആശ്വാസമായി നമുക്ക് റമളാനിനെ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാ റമളാൻ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത്ത് അബ്വാബുൻ നാർ വസുഫിദത്തി ശയാത്തീൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീഥാണ്. റമളാൻ വന്നെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുകയും നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കുകയും പിശാചുക്കളെ ബന്ധിക്കുകയും ചെയ്യുന്ന മാസമാണ്. നന്മകൾ ചെയ്യുവാനും കൂടുതൽ ആവേശത്തോടുകൂടി നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്തുകൊണ്ട് പുതിയൊരു ജീവിതം, ഈമാനിൻ്റെ പുതിയ പാഠങ്ങൾ ജീവിതത്തിലേക്ക് പകർന്നെടുക്കാനുള്ള ഒരവസരമായി നമ്മൾ ഈ റമളാനിനെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.